ഹായ് ഓൾ, വെൽക്കം ടു എഡൂസ് ഫാർമ അക്കാഡമി. സോ ഇന്ന് നമ്മൾ സിദ്ധ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ശരിക്കും നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ട്രഡീഷണൽ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിലബസിൽ ഒരു പോർഷൻ ഉണ്ട്. അപ്പം അതിൽ വരുന്നതാണ് ഈ ട്രഡീഷണൽ സിസ്റ്റം ഓഫ് മെഡിസിനിൽ വരുന്നതാണ് നമ്മുടെ ആയുർവേദ, അതേപോലെ തന്നെ സിദ്ധ, യുനാനി, ഹോമിയോപ്പതി, യോഗ, ഇതെല്ലാം വരുന്ന ആയുഷ് എന്ന് പറയുന്ന ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പം ആയുർവേദ മാത്രം നമ്മൾ ആയുർവേദിക് പ്രിപ്പറേഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് കുറച്ചും കൂടി ഡെപ്തിൽ പഠിച്ച്, ബാക്കി ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സിദ്ധയാണെങ്കിലും യുനാനി ആണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും അത്ര വാസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അത് ചിലപ്പം നമുക്ക് നമ്മുടെ വാസ്റ്റ് സിലബസ് ആണ് അനലിസ്റ്റിന്റെ, അപ്പം ഇതിൽ നിന്നൊക്കെ ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ബട്ട് ഇത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞാൽ ആ ഒരു 1 മാർക്കെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ലെറ്റ് സ്റ്റാർട്ട്. സിദ്ധ, ദ തമിഴ് സിസ്റ്റം ഓഫ് മെഡിസിൻ. അപ്പം തമിഴ് സിസ്റ്റം ഓഫ് മെഡിസിൻ എന്നാണ് ഈ സിദ്ധേനെ അറിയപ്പെടുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ട്രഡീഷണൽ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുമ്പോൾ ആയുർവേദ ആണെങ്കിലും സിദ്ധയാണെങ്കിലും പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ടെക്നോളജി ഒന്നും ഡെവലപ്പ് ചെയ്യാത്ത കാലത്ത് പഴമക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെഡിസിനൽ സിസ്റ്റംസ് ആണ് ഈ ട്രഡീഷണൽ സിസ്റ്റം ഓഫ് മെഡിസിനിൽ വരുന്നത്. അപ്പം അതിൽ നമ്മളിപ്പോൾ പഠിച്ചത് ആയുർവേദ എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഭാഗങ്ങളിൽ ഉള്ള ആളുകള് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെഡിസിനൽ സിസ്റ്റമാണ്. അതേസമയം സിദ്ധ എന്ന് പറഞ്ഞാൽ തമിഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. പണ്ട് കാലത്ത് അവരുടെ തമിഴരുടെ അടുത്ത് നിന്നാണ് ഇതിപ്പോ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. ആൻഡ് അതുകൊണ്ടാണ് ഇതിന് തമിഴ് സിസ്റ്റം ഓഫ് മെഡിസിൻ എന്നുകൂടി ഒരു പേര് സിദ്ധയ്ക്കുണ്ട്. നമ്മുടെ അലോപ്പതിയും ആയുർവേദയും ഹോമിയോപ്പതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പോപ്പുലാരിറ്റി സിദ്ധയ്ക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഇപ്പൊ ഒരുപാട് സിദ്ധ ഡോക്ടേഴ്സ്, സിദ്ധ കൺസൾട്ടിങ് സെന്റേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അവർക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിനും ട്രീറ്റ്മെന്റ്സും ഉണ്ട്. ആൻഡ് ഈ സിദ്ധ ഒരുപാട് നമ്മുടെ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ആയുർവേദ ട്രീറ്റ്മെന്റുമായിട്ട് കുറെ കാര്യങ്ങൾ പ്രിൻസിപ്പൽ വൈസ് ആണെങ്കിലും ട്രീറ്റ്മെന്റ് വൈസ് ഒക്കെ ആണെങ്കിലും കണക്റ്റഡ് ആണ്. സോ നമുക്ക് എന്താണ് ജസ്റ്റ് ബേസിക് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. സോ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗസ്ത്യ വാസ് ബിലീവ്ഡ് ടു ബി ദ ഫാദർ ഓഫ് സിദ്ധ മെഡിസിൻ എന്നാണ്. അതായത് ഈ സിദ്ധയുടെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് അഗസ്ത്യ എന്ന് പറയുന്ന ആളാണ്. അപ്പം അഗസ്ത്യാണ് ഈ സിദ്ധ എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നതെന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് അദ്ദേഹം എഴുതിയ ഒരു ബുക്കാണ് അഗത്തിയാർ ചരക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിന് ഈ സിദ്ധ സിസ്റ്റം ഓഫ് മെഡിസിനുമായി ബന്ധപ്പെട്ടിട്ട് അറിയാവുന്ന എല്ലാ നോളജും കാര്യങ്ങളും എല്ലാം അന്ന് തമിഴൻസ് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരുന്നത്, എങ്ങനെയാണ് അസുഖം മാറ്റിക്കൊണ്ടിരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അദ്ദേഹം ഈ ഒരു അഗത്തിയാർ ചരക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 2 കാര്യങ്ങളാണ്, അഗസ്ത്യയാണ് ഫാദർ ഓഫ് സിദ്ധ എന്നുള്ളതും അഗത്യാർ ചരക്ക് എന്ന് പറയുന്നത് ആ സിദ്ധയുടെ ഒരു ബുക്കാണെന്നും. പിന്നെ നോക്കുക, ടു അച്ചീവ് മാസ്റ്ററി ഓവർ നേച്ചർ ഏൻഷ്യന്റ് തമിഴ്സ് ഇൻട്രൊഡ്യൂസ്ഡ് 2 ways ഓഫ് ദെയർ നോളജ്. അപ്പം ഈ തമിഴര് അവർക്ക് അറിയാവുന്ന അറിവുകൾ വെച്ചിട്ട് 2 ട്രീറ്റ്മെന്റ് ആണ് അവരെടുത്തത്. അതിൽ ഒന്നാണ് സിദ്ധ മെഡിസിൻ, വേറൊരു ട്രീറ്റ്മെന്റ് ആണ് യോഗ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ട്രഡീഷണൽ സിസ്റ്റം ഓഫ് മെഡിസിനെ ആയുഷ് എന്നാണ് പറയുന്നത്. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി. അപ്പം അതിൽ വരുന്ന യോഗയും സിദ്ധയും ഏതിൽപ്പെട്ടതാണ്? തമിഴ് സിസ്റ്റം ഓഫ് മെഡിസിനിൽ പെട്ട 2 ഡിഫറെന്റ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ്. ഇതിൽ യോഗ നിങ്ങൾക്ക് ഇപ്പൊ ഫെമിലിയർ ആയിരിക്കും. യോഗാസനം പോലുള്ള കുറെ ആസനംസ് ഉണ്ട്. അപ്പം അത് അധികം എന്താ പറയാ, നമ്മള് ഈ തമിഴ്സിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ റെജുവനേഷൻ ആണ്. അതായത് നമ്മുടെ മൈൻഡിലും നമ്മുടെ ബോഡിയിലും ബ്ലഡിലൊക്കെ ഒഴുകുന്ന ആ ഒരു ബാഡ് എനർജി, ആ ഒരു എന്താ പറയാ, ആ ഒരു ഡെബിലിറ്റിനെ നമ്മൾ മാറ്റിയിട്ട് ഒരു ഗുഡ് എനർജി ഫുള്ളി പ്രൊവൈഡ് ചെയ്യാന്നുള്ള ഒരു റെജുവനേഷൻ എന്നുള്ളൊരു ടെക്നിക്കാണ് തമിഴ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ആ സെയിം റെജുവനേഷൻ തന്നെയാണ് നമ്മുടെ സിദ്ധ മെഡിസിനിലും വരുന്നത്, അതേപോലെ തന്നെ യോഗയിലും വരുന്നത്. അപ്പൊ യോഗ എന്ന് പറയുന്നത് നോട്ട് അപ്പോൺ ഡയറ്റ് ഓർ മെഡിസിൻ അങ്ങനെയൊന്നും അല്ല. അതെന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറെ പോസ്റ്റേഴ്സ് നമ്മൾ ഫോളോ ചെയ്ത് നമ്മുടെ മൈൻഡിന്റെ കോൺസെൻട്രേഷൻ, കോൺഫിഡൻസ് ഒക്കെ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു. മൈൻഡ് ബേസ് ആയിട്ടുള്ള ഇപ്പൊ ഒരുപാട് യോഗ സെന്റേഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ യോഗ പണ്ടത്തെക്കാളും കുറെ സ്പ്രെഡായി, അതിന്റെ പോപ്പുലാരിറ്റിയും ഇൻക്രീസ് ചെയ്തു. നമ്മുടെ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരെ യോഗയിൽ ഇതുപോലെ PGയും ഡിഗ്രിയും പഠിപ്പിക്കുന്ന എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് വരെ ആയി. നമ്മളെ സ്ട്രെസ് റിലീഫിന്, മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന് മാത്രമല്ല പല
ആളുകൾക്കും പല ട്രീറ്റ്മെന്റും എടുത്ത് പെയിൻ ഒന്നും മാറാതെ യോഗ ട്രീറ്റ്മെന്റിലൂടെ മാറിയവരുണ്ട്. അപ്പൊ യോഗയുടേതായിട്ടുള്ള ഡിഫറെന്റ് വേ ഓഫ് ട്രീറ്റ്മെന്റ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. എനിവേ ബോത്ത് യോഗ ആൻഡ് സിദ്ധ എന്ന് പറയുന്നത് ഒരു റിജുവനേഷൻ പർപ്പസ് ആണ്. ആൻഡ് ഇത് രണ്ടും തമിഴ്സ് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടെക്നിക്കാണ്. അപ്പം ഇനി അടുത്തത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സിദ്ധ മെഡിസിൻ ആണ്. നമ്മൾ ആയുർവേദയുടെ പ്രിൻസിപ്പിൾ പറഞ്ഞ പോലെ തന്നെ സിദ്ധയ്ക്കും ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. നേച്ചർ ഈസ് ദ ബെസ്റ്റ് ഫിസിഷ്യൻ ആൻഡ് ഫുഡ് ഇറ്റ് സെൽഫ് ഈസ് ദി മെഡിസിൻ. അതായത് നമ്മുടെ നേച്ചർ ആണ് നമ്മുടെ ബെസ്റ്റ് മെഡിസിൻ നമ്മുടെ ബെസ്റ്റ് ഫിസിഷ്യൻ എന്നും, അതായത് നമ്മുടെ പ്രകൃതിയാണ് നമ്മുടെ ഡോക്ടർ എന്നും, പ്രകൃതിയിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മുടെ മരുന്നും, അതായത് നമ്മൾ മരുന്ന് അന്വേഷിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകണ്ട, എല്ലാം നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടെന്നാണ് സിദ്ധ സിസ്റ്റം ഓഫ് മെഡിസിന്റെ പ്രിൻസിപ്പിൾ. ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ദിസ് പ്രിൻസിപ്പിൾ ബേസ്ഡ് ഓൺ വിച്ച് സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് ചോദിച്ചാൽ സിദ്ധയാണെന്ന് നമുക്ക് പറയാൻ പറ്റണം. സോ ദിസ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സിദ്ധ മെഡിസിൻ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച ആയുർവേദയുമായിട്ട് ഒരുപാട് കണക്ഷൻസ് വരുന്നതാണ്. അപ്പം ആയുർവേദ പഠിച്ചിട്ട് ഈ സിദ്ധ പഠിക്കുമ്പോൾ സിദ്ധ ഭയങ്കര സിമ്പിൾ ആണ്. കാരണം നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും പിന്നെയും പറയുന്നത്. സോ നമ്മൾ ആയുർവേദയിൽ പഠിച്ചത് എന്താണ്? യൂണിവേഴ്സ്. അക്കോർഡിംഗ് ടു സിദ്ധ മെഡിക്കൽ സയൻസ് പോലെ തന്നെ ആയുർവേദ സയൻസിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ 5 എലമെന്റ്സ് ആയിട്ട് എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ഹോൾ യൂണിവേഴ്സ് ഉണ്ടായെന്നാണ് നമ്മൾ ആയുർവേദയിൽ പഠിച്ചത്. അതിൽപ്പെട്ട 5 എലമെന്റ്സ് ആണ് നമ്മുടെ എർത്ത്, ഭൂമി, വാട്ടർ, ജലം, എയർ, വായു, ഫയർ, അഗ്നി, ഈതർ, സ്പേസ്. അപ്പം ഈ സെയിം 5 എലമെന്റ്സ് കൊണ്ട് യൂണിവേഴ്സ് ഉണ്ടാക്കി എന്നുള്ള ഈ ഒരു സെയിം കൺസെപ്റ്റ് തന്നെയാണ് ആയുർവേദയിലും പറയുന്നത്. അപ്പൊ ആയുർവേദയിലും സിദ്ധയിലും ഒരേപോലെ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഒന്ന് ഈ യൂണിവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ 5 എലമെന്റ്സ് കൊണ്ടാണ് എന്നുള്ള ഈ ഒരു പോയിന്റ്. ഇനി ഇവിടെ പറയുന്നുണ്ട്, അപ്പം നമ്മുടെ ആയുർവേദയിൽ പറയുന്നുണ്ട് ഈ 5 എലമെന്റ്സ് കൊണ്ടാണ് യൂണിവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഈ ഒരു 5 എലമെന്റ്സ് കൊണ്ടാണ് നമ്മുടെ ബോഡി സ്ട്രക്ചറും മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള ഒരു പോയിന്റ് കൂടി ആയുർവേദയിൽ പറയുന്നുണ്ട്. എപ്പോഴും പറയും ആയുർവേദയുടെ ഒരു എക്സാഗ്രേറ്റഡ് വേർഷൻ ആണ് സിദ്ധ എന്ന്. സെയിം സിസ്റ്റം തന്നെയാണ് സിദ്ധ. ഈ 5 എലമെന്റ്സ് കൊണ്ട് യൂണിവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ 5 എലമെന്റ്സ് കൊണ്ട് തന്നെയാണ് നമ്മുടെ ബോഡി മേക്കപ്പ് നടന്നിരിക്കുന്നത്. സെയിം കൺസെപ്റ്റ് തന്നെ സിദ്ധയിലും വരുന്നുണ്ട്. അതാണ് പിന്നെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നത്. മാൻ കൺസ്യൂംസ് ദി വാട്ടർ ആൻഡ് ഫുഡ്. അപ്പം ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ 5 എലമെന്റ്സ് കൊണ്ടാണ് നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ 5 എലമെന്റ്സ് കൊണ്ടാണ് നമ്മുടെ ബോഡിയിലും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഈ എലമെന്റ്സ് നമ്മുടെ ബോഡിയായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കേ, മാൻ കൺസ്യൂംസ് വാട്ടർ ആൻഡ് ഫുഡ്. അപ്പൊ അതിൽ ഓൾറെഡി വാട്ടർ കഴിഞ്ഞു. വാട്ടർ മാൻ കൺസ്യൂം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് മാൻ കൺസ്യൂംസ് വാട്ടർ. അപ്പൊ വാട്ടർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് ബ്രീത്ത് ഇസ് ദി എയർ. വായുവാണ് മനുഷ്യർ ശ്വസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എയർ ആയിട്ടുള്ള കണക്ഷൻ പറഞ്ഞു. മെയിൻറ്റെയിൻസ് ഹീറ്റ് ഇൻ ദി ബോഡി. നമ്മുടെ ബോഡിയിൽ ഒരു ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഫയർ ആയിട്ടുള്ള കണക്ഷൻ കഴിഞ്ഞു. റിമെയിൻസ് അലൈവ് ബിക്കോസ് ഓഫ് ദി ഫോഴ്സ് പ്രൊവൈഡഡ് ബൈ ഈതർ. ഈതറിൽ നിന്ന് ഒരു പ്രത്യേക ശക്തി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ജീവനോടെ നിലനിന്ന് പോകുന്നതെന്നാണ് അക്കോർഡിംഗ് ടു സിദ്ധ പറയുന്നത്. അപ്പൊ നമ്മുടെ ഈതർ കഴിഞ്ഞു. പിന്നെ നമ്മൾ ജീവിക്കുന്നത് എർത്തിലാണ്. അപ്പം ഇപ്പൊ ഈ ഒരു പോയിന്റ് ആണ് ഇവര് നമ്മുടെ സിദ്ധ സിസ്റ്റം ഓഫ് മെഡിസിൻ. ഈ സെയിം പോയിന്റ് തന്നെയാണ് ഏകദേശം നമ്മുടെ ആയുർവേദയിലും വരുന്നത്. ഇനി അടുത്തത് നോക്കിക്കേ, എർത്ത് ഇസ് ദ ഫസ്റ്റ് എലമെന്റ് വിച്ച് പ്രൊവൈഡ്സ് ഫൈൻ ഷേപ്പ് ടു ദ ബോഡി ആൻഡ് ഇൻക്ലൂഡ്സ് ബോൺ, മസിൽ, സ്കിൻ, ഹെയർ, ടിഷ്യൂസ്. അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ ശരീരത്തിലുള്ള ബോൺസും മസിൽസും സ്കിന്നൊക്കെ ആസിച്ച് നമുക്കൊരു ബോഡിക്ക് ഒരു ഷേപ്പ് നൽകുന്നത് എർത്ത് ആണെന്നാണ് അക്കോർഡിംഗ് ടു സിദ്ധ സിസ്റ്റം ഓഫ് മെഡിസിൻ പറയുന്നത്. അതായത് ഇതിപ്പോ ഈ ഫസ്റ്റത്തെ പോയിന്റിൽ ഞാൻ പറഞ്ഞു എല്ലാം ഒരു ഇന്റർലിങ്ക്ഡ് ആണെന്ന് പറഞ്ഞു. ഇനി ഓരോന്നും പറയാം. എർത്താണ് നമ്മുടെ ബോഡിക്ക് ഈ ബോണും മസിലും സ്കിന്നൊക്കെ ആയിട്ട് ഒരു ഷേപ്പ് തരുന്നത്. അതേപോലെ വാട്ടർ ആണ് റെപ്രസെന്റ് നമ്മുടെ ബ്ലഡ്. നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് ഒരു വാട്ടർ ആണ്. നമ്മുടെ ബോഡിയിലുള്ള ഏത് ഗ്ലാൻഡിന്റെ സെബേഷ്യസ് ഗ്ലാൻഡിന്റെയും സ്വെറ്റ് ഗ്ലാൻഡിന്റെ ഒക്കെ സെക്രീഷൻസ്, ലാക്രിമൽ ഗ്ലാൻഡിന്റെ സെക്രീഷൻസ്, അതെല്ലാം നമ്മുടെ ബോഡിയിലുള്ള വൈറ്റൽ ഫ്ലൂയിഡ്സ്, ഇതെല്ലാം വാട്ടർ ആണ്. അപ്പോൾ ഈ പറഞ്ഞ യൂണിവേഴ്സ് ഉണ്ടാക്കിയ വാട്ടറും എർത്തും കൊണ്ട് തന്നെയാണ് നമ്മുടെ ബോഡിയും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള ആ ഒരു കണക്ഷൻ ആണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത് നോക്ക്, ഫയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇമോഷൻ, വിഗർ ആൻഡ് വൈറ്റാലിറ്റി. അപ്പം ഫയർ ആണ് നമ്മുടെ ഇമോഷൻസിനെയൊക്കെ, നമ്മുടെ മെന്റൽ കൺട്രോളിംഗിൽ റോള് വരുന്നത് ഫയറിനാണ്. ഇത് റെപ്രസെന്റ് മാൻസിന്റെ മെന്റൽ ആൻഡ് സ്പിരിച്വൽ ഫാക്കൽറ്റീസിലെ മെയിൻ സ്പിരിച്വാലിറ്റി നമുക്ക് തരുന്നതും നമ്മുടെ ഈതർ ആണ്.
അപ്പം ഇപ്പൊ ഹാർമോണൈസേഷൻ ബിറ്റ്വീൻ ദീസ് മേക്സ് എ പേഴ്സൺ ഹെൽത്തി ആൻഡ് ഹാപ്പി. അപ്പം ഈ സെയിം ആയുർവേദയിൽ നമ്മൾ ഇതേ ഫോളോ അപ്പ് തന്നെ എടുക്കുന്നത്. 5 എലമെന്റ്സ് കൊണ്ട് യൂണിവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ 5 എലമെന്റ്സ് കൊണ്ട് തന്നെയാണ് നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ യൂണിവേഴ്സും ബോഡിയും തമ്മിൽ നമ്മൾ ഇന്റർ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നേച്ചറിൽ തന്നെ നമ്മുടെ ഡോക്ടർ ഉണ്ട്, നമ്മുടെ മെഡിസിൻസ് നമ്മുടെ നേച്ചറിൽ തന്നെ ഉണ്ട്, ഫുഡിലുണ്ട് എന്ന് പറയുന്നത്. അപ്പം യൂണിവേഴ്സ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സിദ്ധ എന്ന് പറയുന്നത് സെയിമസ് ആയുർവേദ തന്നെയാണ്. അതായത് യൂണിവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് 5 എലമെന്റ്സ് കൊണ്ടാണെങ്കിൽ ആ 5 എലമെന്റ്സ് കൊണ്ട് തന്നെയാണ് നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഓരോ എലമെന്റ്സും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്നുള്ളതാണ് പോയിന്റ് വൈസ് ആയിട്ട് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന എലമെന്റ്സുകളുടെ ഇടയിലുള്ള ഒരു ഹാർമോണൈസേഷൻ, അതിലുള്ള ഒരു ഇക്വിലിബ്രിയമാണ് ആ പേഴ്സണെ ഹെൽത്തി ആക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് വരുമ്പോഴാണ് ആ പേഴ്സന്റെ ഹെൽത്ത് പോകുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് സിദ്ധ സിസ്റ്റം ഓഫ് മെഡിസിൻ കൊണ്ടുവരുന്നത്. ഇനി അടുത്തത് നോക്ക്, ത്രിഗുണ. ഇനി അപ്പൊ ആയുർവേദയിലെ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ എന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റും ആയുർവേദയിൽ തന്നെ. ആയുർവേദയിൽ നമ്മൾ പറഞ്ഞു ത്രിദോഷ എന്ന് പറയുന്ന 3 കാര്യങ്ങൾ പറഞ്ഞു. വത്തയും പിത്തയും കഫയും, ത്രിദോഷാസ് എന്നാണ് നമ്മൾ പറയുന്നത്, 3 ദോഷാസ്. അപ്പം ഈ ദോഷാസ് കൂടുന്നതും കുറയുന്നതും അനുസരിച്ചിട്ടാണ് ഇതിൽ ഇംബാലൻസ് ആവുന്നത് നമ്മളെ ഡിസീസസിനെ കോസ് ചെയ്യാൻ കാരണമാകും എന്നാണ് ആയുർവേദയിൽ പറയുന്നത്. സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ സിദ്ധ സിസ്റ്റം ഓഫ് മെഡിസിനിലും പറയുന്നത്. അതായത് നോക്ക്, വത്ത പിത്ത കഫ, ഇത് 3 തന്നെയാണ് ആയുർവേദയിലും പറയുന്നത്. സിദ്ധയിലും ഇത് 3 തരാം. പിന്നെ എവിടെയാണ് ഡിഫറൻസ്? ഇത് നമ്മൾ ആയുർവേദയിൽ ത്രിദോഷ എന്നാണ് പറയുന്നതെങ്കിൽ ത്രിഗുണ എന്നാണ് സിദ്ധയിൽ പറയുന്നത്. ആ ഒരു ഡിഫറൻസ് വെച്ച് സെയിം വത്ത പിത്ത കഫ തന്നെയാണ് സിദ്ധ സിസ്റ്റം ഓഫ് മെഡിസിനിൽ വരുന്നത്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആയുർവേദയുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. സോ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വത്തേനെ പറ്റിയിട്ടാണ്. പീപ്പിൾ വിത്ത് പ്രിഡോമിനന്റ്ലി വത്ത ആർ ക്യാരക്ടറൈസ്ഡ് ബൈ സ്റ്റൗട്ട് ബ്ലാക്ക് ഗോൾഡ് ആൻഡ് ഇനാക്റ്റീവ് പേഴ്സണാലിറ്റീസ്. ഇൻക്രീസ്ഡ് വത്ത ഡെവലപ്സ് ഫ്ലാറ്റുലൻസ്, അസിഡിറ്റി, ഒബേസിറ്റി ആൻഡ് ഹാർട്ട് അറ്റാക്സ്. അതായത് ഈ വത്തയാണെങ്കിലും പിത്തയാണെങ്കിലും കഫയാണെങ്കിലും നമ്മുടെ ബോഡിയിൽ ഇന്ന ഒരു ലിമിറ്റഡ് അളവ് പറയുന്നുണ്ട്. അതിൽ കൂടിക്കഴിഞ്ഞാൽ അതൊരു ഡിസീസ് കണ്ടീഷൻ ആണ്, അതിൽ കുറഞ്ഞാലും ഒരു ഡിസീസ് കണ്ടീഷൻ ആണ്. അപ്പൊ വത്തയിൽ ഉണ്ടാകുന്ന ചേഞ്ച് വഴി കോസ് ചെയ്യാൻ സാധ്യതയുള്ള ഡിസീസസ് ആണ് നമ്മുടെ ഫ്ലാറ്റുലൻസ്, അസിഡിറ്റി, ഒബേസിറ്റി പോലുള്ള. അപ്പം ഒരു പേഷ്യന്റ് ഇപ്പം സിദ്ധേനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു പേഷ്യന്റിന്റെ വത്ത പിത്ത കഫ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് മനസ്സിലാകും ആ പേഷ്യന്റ് ഏതൊരു ഡിസീസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പം അങ്ങനെ ഡിസീസുമായിട്ട് ഭയങ്കര ഇന്റർ കണക്റ്റഡ് ആണ് ഇതിൽ പറയുന്ന ഈ ത്രിഗുണാസ്. അപ്പം നമ്മൾ ആയുർവേദയിലും ഇതേപോലെ പറയുന്നുണ്ട്. വത്ത പിത്ത കഫ എന്ന് പറയുന്ന ഈ 3 എണ്ണത്തിൽ വരുന്ന അളവ് വ്യത്യാസങ്ങൾ പല രോഗങ്ങളിലേക്കും ഈ പേഷ്യൻസിനെ എത്തിക്കുന്നു. അപ്പൊ ഡയഗ്നോസിസിൽ ഈ ഒരു മെത്തേഡും കൂടി ഫോളോ അപ്പ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ എക്സ്ട്രാ വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ വിത്ത് പ്രിഡോമിനന്റ്ലി വത്ത ആർ ക്യാരക്ടറൈസ്ഡ് ബൈ സ്റ്റൗട്ട് ബ്ലാക്ക് ഗോൾഡ് ഇനാക്റ്റീവ് പേഴ്സണാലിറ്റി. അതായത് ആ പേഷ്യന്റിന്റെ എന്താ പറയാ, ആ പേഷ്യന്റിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻ അല്ലെങ്കിൽ ആ പേഷ്യന്റ് സഫർ ചെയ്യുന്ന ഡിസീസ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ വത്തയിൽ ഉണ്ടാകുന്ന ചേഞ്ച് വഴി ആ പേഷ്യന്റ് എങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടർ ആണ്, മെന്റലി അയാൾ എങ്ങനെയാണ് എന്ന് കൂടി, ഒരു ഇനാക്റ്റീവ് പേഴ്സൺ ആയിരിക്കും, കോൾഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും, ബ്ലാക്ക് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും എന്നുള്ള പേഴ്സണാലിറ്റി കൂടി, മെന്റൽ ഡിസ്ക്രിപ്ഷൻ കൂടി സിദ്ധയിൽ വരുന്നുണ്ട്. അതേസമയം ആയുർവേദയിൽ നമ്മൾ വത്ത പിത്ത കഫയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് വഴി ഡിസീസസ് എങ്ങനെയാണ്, ഫിസിക്കലി ആ പേഷ്യന്റ് എങ്ങനെയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ബട്ട് സിദ്ധയില് എന്തുകൂടി പറയുന്നുണ്ട്, ആ പേഷ്യന്റിന്റെ മെന്റൽ കണ്ടീഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിന്റ് പറഞ്ഞത്. അപ്പം ഇതിനകത്തുള്ള സിദ്ധ ആയുർവേദയിലെ 2ാമത്തെ ഡിഫറൻസ് ആണ് മെന്റലി അവരെങ്ങനെയാണ് എന്നുള്ളത് കൂടി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇപ്പം അടുത്തത് പറയുമ്പോൾ അത് കുറച്ചുകൂടി ക്ലിയർ ആവും. നോക്കിയേ, പിത്ത എന്ന് പറയുമ്പോൾ പിത്തയുള്ള പീപ്പിള് ലീൻ ആയിരിക്കും, മെലിഞ്ഞിട്ടായിരിക്കും, വൈറ്റിഷ് കോംപ്ലക്സ് ഉണ്ടായിരിക്കും, ഹോട്ട് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും എന്നതിനകത്ത് പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ പിത്ത കൂടിക്കഴിഞ്ഞാൽ പേഴ്സന്റെ ഹെയറിൽ ഗ്രെയിൻ കൂടും, ഐസിൽ റെഡ്നെസ് കൂടും, ചെസ്റ്റ് ബേണിംഗ് ഉണ്ടാകും. അങ്ങനെ ആ ഒരു മെന്റലിയും ഫിസിക്കലിയും ആ പേഷ്യന്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഈസി ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇനി കഫയാണ് കൂടുന്നതെങ്കിലോ, പീപ്പിൾ വിത്ത് പ്രിഡോമിനന്റ്ലി കഫയാണെങ്കിൽ വെൽ ബിൽഡ്, ഗുഡ് കോംപ്ലക്ഷൻഡ് ആയിട്ടുള്ള, വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും. പിന്നെ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള കഫ വന്നു കഴിഞ്ഞാൽ
ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ജോണ്ടിസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, മഞ്ഞപ്പിത്തം വരാൻ ചാൻസ് ഉണ്ട്, ഹൈ ഫീവർ, അനീമിയ അങ്ങനെയുള്ളതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ഈ ഒരു പോയിന്റ് മനസ്സിലായല്ലോ. ഇതിപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ കഫ ഉണ്ടെങ്കിൽ ജോണ്ടിസ് ആണ്, അറ്റാക്ക് ആണ്, അതേസമയം പിത്തയാണെങ്കിൽ ഐസ് റെഡ്നസ് ആണ്, ചെസ്റ്റ് ബേണിംഗ് ആണ്, അങ്ങനെ നിങ്ങൾ ഓരോന്നും ഇന്ന അസുഖങ്ങളാണെന്നൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വത്തയും പിത്തയും കഫയും ഈ 3 ത്രിഗുണാസ് അക്കോർഡിംഗ് ടു സിദ്ധ, ത്രിദോഷാസ് അക്കോർഡിംഗ് ടു ആയുർവേദ, ഈ 3 ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് എന്തൊക്കെയാണ് നമ്മുടെ ഡിസീസസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി ക്യാരക്ടർ എന്നുള്ളത് ആ ഒരു പേഷ്യന്റിന് ഈ സിദ്ധ സിസ്റ്റം ഓഫ് മെഡിസിനിൽ അറിയാൻ പറ്റും എന്നുള്ളതാണ് ഇതിലെ മേജർ ആയിട്ടുള്ള പോയിന്റ്. സോ നെക്സ്റ്റ് നമ്മള് അടുത്തത് പറയാൻ പോകുന്നത് ഇതിന്റെ ഡയഗ്നോസിസ് ആണ്. അപ്പം പ്രിൻസിപ്പിൾ കഴിഞ്ഞു, ഇനി നമ്മൾ പറയാൻ പോകുന്ന ഡയഗ്നോസിസ് ആണ്. സിദ്ധ സിസ്റ്റം ഓഫ് മെഡിസിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു പേഷ്യന്റിന് ഇന്ന ഡിസീസ് ആണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, അതിനെയാണ് ഡയഗ്നോസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നോർമലി ഒരു അലോപ്പതി സാധാ ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നമുക്ക് നോർമലി ഡയഗ്നോസിസിന് യൂസ് ചെയ്യുന്ന ഏതാണ്ട് സെയിം പാരാമീറ്റേഴ്സ് തന്നെയാണ് സിദ്ധയിലും വരുന്നത്. ഫസ്റ്റ് യൂറിൻ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ യൂറിനറി ഇൻഫെക്ഷനോ അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ യൂറിൻ കൾച്ചർ ചെയ്യാനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. പ്രഗ്നൻസിയിൽ നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യും. അപ്പൊ യൂറിൻ ടെസ്റ്റ് എന്നുള്ളത് ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. യൂറിൻ, മൂത്രം എന്നുള്ള രീതിയിലാണ് സിദ്ധയിൽ പറയുന്നതാണ് ഈ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്. ഇനി അടുത്തത് പൾസ്. ഇപ്പം ECG വേരിയേഷൻ ഉള്ള ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് നമ്മൾ പൾസ് നോക്കും. അപ്പം ആ പൾസിന് നമ്മൾ നാഡി എന്നാണ് സിദ്ധയിൽ പറയുന്നത്. പിന്നെ ഐ, ഇപ്പൊ കണ്ണിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ നമ്മൾ ഐ നോക്കും, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ. പിന്നെ അതേപോലെ ഐയില് റെഡ്നെസ് ഉണ്ടോ, ഇപ്പൊ ഹീമോഗ്ലോബിന്റെ അളവ് കുറവാണെങ്കിൽ കണ്ണിൽ ചുവപ്പ് കുറവായിരിക്കും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഐ ടെസ്റ്റ് ചെയ്യും. പിന്നെ ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ഇതാണെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യും. ഇനി അടുത്തത് വോയിസ്, സൗണ്ട് റിലേറ്റഡ്, ഇപ്പൊ തൈറോയിഡ് ഗ്ലാൻഡിന്റെ പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് വോക്കൽ ബോക്സിന്റെ അവിടെയൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ നമ്മൾ വോയിസ്, അതിന് നമ്മൾ ഐക്ക് നമ്മൾ സിദ്ധയില് വിഴി എന്നാണ് പറയുന്നത്. അതേസമയം വോയിസിന് നമ്മൾ സിദ്ധയില് ധ്വനി എന്നാണ് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ബോഡി കളർ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്, അതിനാണ് നിറം എന്ന് പറയുന്നത്. ടങ്ക് നമ്മൾ നോക്കും, ഫീവർ ഉള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ നാക്ക് നീട്ടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടേഴ്സ് നമ്മൾ അലോപ്പതിയിൽ നോക്കുന്നതാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ആ സെയിം പ്രോസസ് ഒക്കെ തന്നെ നമ്മുടെ സിദ്ധയിലും നടക്കുന്നുണ്ട്. ത്വഖ എന്നാണ് സിദ്ധ ബേസിസിൽ ചങ്കിന് ഇത് പറയുന്നത്. പിന്നെ ബോഡിക്ക് നമ്മൾ പറയുന്നത് എന്താണ്, ദേഹം, സിദ്ധയില് ദേഹം എന്നാണ് പറയുന്നത്. ഫീക്കസ് നമ്മൾ ഇതിന്റെ ടെസ്റ്റ് നടത്താറുണ്ട്, മലം എന്നാണ് അതിന് നമ്മുടെ സിദ്ധയിൽ വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇവർ ഡയഗ്നോസിസിന് ഉപയോഗിക്കുന്ന മെത്തേഡ്. ആയുർവേദം എടുത്ത് നോക്കിയാൽ മതി, ഈ ഒരു മെത്തേഡ്സ് ഒക്കെ തന്നെയായിരിക്കും കൂടുതൽ. പിന്നെ ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന പൾസ് ആണ്. ഈ നാഡി ടെസ്റ്റ് ഇവർ കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്ത് ആയുർവേദയിൽ അത്ര പൾസ് ഡയഗ്നോസിസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, പക്ഷെ സിദ്ധയിൽ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന ടെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിലും പൾസ് ടെസ്റ്റ് അവരുടെ ഒരു മേജർ ആയിട്ടുള്ള ഡയഗ്നോസിസ് ടെസ്റ്റ് ആണ്. ഇനി ഡയഗ്നോസിസ് ഇൻവോൾവ് ദ സ്റ്റഡി ഓഫ് പേഴ്സൺസ് ആസ് വെൽ ആസ് ഡിസീസ്. അത് ഞാൻ ഓൾറെഡി ഈ വത്ത പിത്ത കഫ പഠിച്ചപ്പോൾ പറഞ്ഞു. ഇതാണ് ആയുർവേദയുമായിട്ട് സിദ്ധയെ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു മേജർ ഡിഫറൻസും കൂടി ഇതാണ്. നോട്ട് ഓൺലി ഡിസീസ്, ആയുർവേദ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിസീസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ സിദ്ധയിൽ പറയുന്നത് എന്താ, പേഴ്സൺസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നുണ്ട്. അതും കൂടി ഈ ഡയഗ്നോസിസിലൂടെ ആ പേഷ്യന്റിന്റെ അസുഖം മാത്രമല്ല മെന്റലി അയാളുടെ സ്ട്രെങ്ത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ വരെ ഇതിൽ സ്റ്റഡി ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പം ഇത് മനസ്സിലായത് ആ പേഷ്യന്റിന്റെ നോട്ട് ഓൺലി ബേസ്ഡ് ഓൺ ദ ഡിസീസ്, നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ഡിസീസ് ബേസ്ഡ് ആയിട്ട് മാത്രമല്ല, പക്ഷെ ആ പേഷ്യന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ബേസ്, അയാളുടെ ഏജ്, അയാളുടെ വയസ്സ്, അയാളുടെ ജെൻഡർ, അയാളുടെ റേസ്, അയാൾക്ക് ഉണ്ടാവുന്ന ഹാബിറ്റ്സ്, മെന്റൽ ഫ്രെയിം, ഡയറ്റ്, അപ്പറ്റൈറ്റ്, ഫിസിക്കൽ കണ്ടീഷൻ, ഹാബിറ്റാറ്റ്, ഇതെല്ലാം നോക്കിയിട്ട്, അല്ലാതെ വെറുതെ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ആയുർവേദ ട്രീറ്റ്മെന്റും അലോപ്പതി അല്ലാതെ ഈ സിദ്ധ സിസ്റ്റത്തിലും അതേപോലെ ഹോമിയോപ്പതിയിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. അതായത് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് എടുത്ത് അത് നോട്ട് ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും. നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഡോക്ടർമാർ ഇങ്ങനെ ഇപ്പൊ കുഞ്ഞിനെയും കൊണ്ടാണ് പോകുന്നതെങ്കിൽ കുഞ്ഞ് എപ്പോഴാണ് ഉറങ്ങുന്നത്, കുഞ്ഞ് പുതപ്പിട്ടിട്ടാണോ ഉറങ്ങുന്നത്, പിന്നെ ഫുഡ് കഴിക്കാൻ എങ്ങനെയാണോ, വാശിയുള്ള കൂട്ടത്തിലാണോ, കരയോ, അങ്ങനെ കുറച്ച് ആ പേഴ്സന്റെ ക്യാരക്ടേഴ്സ് കൂടി അവർ ചോദിക്കും. ഹോമിയോപ്പതിയിൽ ഇങ്ങനെയാണ്, ഈ സിദ്ധ സിസ്റ്റത്തിലെ പോലെ തന്നെ പേഷ്യന്റിന്റെ നേച്ചർ, ദേഷ്യമുള്ള ആളാണോ, അങ്ങനെയൊക്കെ അവരുടെ ക്യാരക്ടേഴ്സ് കൂടി ചോദിക്കും. അതേസമയം ആയുർവേദയിൽ
എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസീസ്, അതിന്റെ കോസ് എന്താണെന്ന് നോക്കിയിട്ട് ആ ഡിസീസ് ഓറിയന്റഡ് ആയിട്ടാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. പക്ഷെ സിദ്ധയിൽ പേഴ്സണാലിറ്റിയും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ അവർ കൺസിഡർ ചെയ്യുന്നതാണ് ഈ പറയുന്ന ഏജ്, അതേപോലെ ജെൻഡർ, റേസ്, ഹാബിറ്റ്സ്, ഹാബിറ്റാറ്റ്സ്, അപ്പറ്റൈറ്റ്, വിശപ്പുള്ളവർ, ഫിസിക്കലി വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ, അതെല്ലാം കൺസിഡർ ചെയ്യും. ഞാനിപ്പോ ഈ സിദ്ധ പറഞ്ഞ കൂട്ടത്തിൽ ആയുർവേദം നമ്മൾ ഓൾറെഡി പഠിച്ചതുകൊണ്ട് എളുപ്പത്തിൽ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ സിദ്ധയുടെ കൂട്ടത്തില് എവിടേക്കാണ് ആയുർവേദമായിട്ട് സിമിലാരിറ്റി വരുന്നതെന്നും എവിടേക്കാണ് ആയുർവേദമായിട്ട് ഡിഫറൻസ് വരുന്നതെന്നും ഇപ്പൊ മെൻഷൻ ചെയ്തു. ഓക്കെ, അപ്പം അത് ക്ലിയർ കട്ടായിട്ട് തന്നെ പഠിച്ചിരിക്കണം. ഇനി അടുത്തത് നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് കടക്കുവാണ്. ആയുർവേദയെ പറഞ്ഞ തന്നെ ഒരു പോയിന്റ് തന്നെ ഇവിടെയും പറയാനുണ്ട്. സിസ്റ്റം മെയ്ഡ് യൂസ് ഓഫ് നോട്ട് ഓൺലി പ്ലാന്റ്സ്, അതായത് നമുക്ക് ഉള്ള ഒരു തോന്നലാണ് ആയുർവേദ എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ്, സസ്യങ്ങളാണ്, ചെടിയിൽ നിന്നിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ബേസിക്കലി പ്ലാന്റ്സ്. ഇതിപ്പോ ഞാൻ രണ്ടിന്റെയും ആയുർവേദയാണെങ്കിലും സിദ്ധയാണെങ്കിലും ഓൾമോസ്റ്റ് കുറെ സിമിലാരിറ്റീസ് ഉണ്ട്, സിമിലർ ആണ്. അപ്പൊ രണ്ടും പ്ലാന്റ്സിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്, പ്രിഡോമിനന്റ്ലി പ്ലാന്റ്സ് തന്നെയാണ്. പക്ഷെ നോട്ട് ഓൺലി പ്ലാന്റ്സ് മാത്രമല്ല, but also great treasure in treating disease with metals and minerals. മെറ്റൽസും മിനറൽസും എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ആ ഒരു പോയിന്റ് ആണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് സെക്കൻഡ് പോയിന്റ് നോക്കുക, മെറ്റൽസ് വേർ ഇൻസിനറേറ്റ്. നമ്മൾ എല്ലാത്തിലും പറയുന്ന പോലെ ഏതൊരു പ്രിപ്പറേഷൻ ആവട്ടെ, ആയുർവേദയിൽ നമ്മൾ പറഞ്ഞു ഏത് പ്രിപ്പറേഷൻ ആകട്ടെ മിനറൽസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഭസ്മയാക്കിയിട്ടേ ഉപയോഗിക്കാവുള്ളൂ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. മെറ്റൽസ് മിനറൽസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇൻസിനറേറ്റ് ചെയ്ത് ഭസ്മ ഫോമിലാക്കിയിട്ട് മാത്രമേ സിദ്ധയിലും യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞു ആയുർവേദയിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റൽസിൽ വരുന്നതാണ് ഗോൾഡ്, സിൽവർ, ടിന്ന്, ലെഡ്, അയൺ. ഇതൊക്കെ വളരെ സ്മോൾ ക്വാണ്ടിറ്റീസിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് സെയിം മെറ്റൽസ് ഒക്കെ തന്നെ നമ്മൾ സിദ്ധ സിസ്റ്റം ഓഫ് മെഡിസിനിലും യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സിദ്ധാസ് വെയർ അവെയർ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രോസസ്, അതായത് സിദ്ധയിൽ എന്തൊക്കെ പ്രോസസ്സ്, ആ സിദ്ധ മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ പ്രോസസ്സുകൾ നടക്കുന്നത്. നമ്മൾ നോർമലി കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ടെമ്പറേച്ചർ കൂടുതൽ കൊടുത്തിട്ട് ഓക്സിജൻ കുറച്ച് ഭസ്മയാക്കാൻ വേണ്ടി ചെയ്യുന്ന ട്രീറ്റ്മെന്റ്. പിന്നെ സബ്ലിമേഷൻ, ഡിസ്റ്റിലേഷൻ പ്രോസസ്സ്, ഫ്യൂഷൻ പ്രോസസ്സ്, സെപ്പറേഷൻ പ്രോസസ്സ്, ഇതൊക്കെ നമ്മൾ അലോപ്പതിയുടെ ഇൻഡസ്ട്രിയൽ പർപ്പസസിൽ ഉപയോഗിക്കുന്ന പ്രോസസ്സുകളാണ്. അതൊക്കെ ഈ ഫെർമെന്റേഷൻ നമ്മൾ ആയുർവേദയിൽ പഠിച്ചു, കൺജലേഷൻ, ഇതൊക്കെ തന്നെയാണ് ഒരു പോളിഫാർമസിസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സിദ്ധ സിസ്റ്റം ഓഫ് മെഡിസിനിലും വരുന്നുണ്ട്. ഇതൊക്കെ സിദ്ധയിലും കോമൺ ആണ് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെ, സിദ്ധ സിസ്റ്റം ഇതുപോലെ ഈ ടാബ്ലറ്റ്സ് എല്ലാം നമ്മുടെ സിദ്ധ സിസ്റ്റം ഓഫ് മെഡിസിനിൽ ഇത് ശരിക്കും സിദ്ധ നമുക്ക് അത്ര അപ്രോച്ച് ഇല്ലാത്തതുകൊണ്ടാണ് ഇതേപോലെ തന്നെ ആയിരിക്കും ടാബ്ലറ്റ്സും പിൽസും ഇത് പല പ്രിപ്പറേഷൻസും സിദ്ധയിലും ഉണ്ട്. ഇനി അടുത്തത് സിദ്ധ, ഈ ഒരു പോയിന്റ് ആണ് ഈ സിദ്ധ എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് മെഡിസിനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സിദ്ധയ്ക്ക് എല്ലാത്തിലേക്കും ആയുർവേദയും ഹോമിയോപ്പതിയൊക്കെ പോലുള്ള ഒരു പോപ്പുലാരിറ്റി കിട്ടാത്ത എന്നുള്ളതിന്റെ മേജർ ആയിട്ടുള്ള പോയിന്റ് ഇതാണ്. അതായത് സിദ്ധ ട്രീറ്റ്സ് ഓൾ ഡിസീസസ്, എല്ലാ അസുഖങ്ങൾക്കും തന്നെ, ഒരുവിധം എല്ലാ അസുഖങ്ങൾക്കും തന്നെ സിദ്ധയിൽ മരുന്നുണ്ട്. അതർ ദാൻ ദി എമർജൻസി കണ്ടീഷൻസ്, ഇങ്ങനത്തെ അത്യാഹിത കാര്യങ്ങളിൽ അല്ലെങ്കിൽ എമർജൻസി കണ്ടീഷൻസിൽ സിദ്ധയ്ക്ക് ഒരു ട്രീറ്റ്മെന്റ് ഇല്ല. നമുക്കിപ്പോ ഒരു പെട്ടെന്ന് ഇങ്ങനെ കാല് മുറിഞ്ഞ് അല്ലെങ്കിൽ പെട്ടെന്ന് വീണ് അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവരും. ഒരിക്കലും ആരും സിദ്ധ സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകില്ല, കാരണം അതിൽ കാര്യമില്ല. കാരണം എമർജൻസി കണ്ടീഷൻസിനുള്ള ട്രീറ്റ്മെന്റ് സിദ്ധയിലില്ല. ഇനി എമർജൻസി അല്ല, ഇപ്പൊ ഒരു പേഷ്യന്റിന് പനി വന്നു, അല്ലെങ്കിൽ ചുമ വന്നു, അതല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കാലുവേദന കൈവേദനയൊക്കെ വന്നു, ഏതൊരു പേഷ്യന്റ് അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ ഫാമിലി എപ്പോഴും ആഗ്രഹിക്കുന്നത് അവർക്ക് പെട്ടെന്ന് അത് ട്രീറ്റ് ചെയ്ത് മാറാനുള്ളതാണ്. പക്ഷെ അങ്ങനെയുള്ള സഡൻ ട്രീറ്റ്മെന്റ് റിയാക്ഷൻസ് ഒന്നും നമ്മുടെ സിദ്ധ സിസ്റ്റം ഓഫ് മെഡിസിൻ, അതുകൊണ്ട് തന്നെയാണ് ഈ സിദ്ധയിലേക്ക് ആരും പോവാത്തത്. അതിനോടുള്ള അപ്രോച്ച് കുറയുന്നതിന്റെ ഒരു റീസൺ കൂടിയാണ്. എമർജൻസി കണ്ടീഷനിൽ പെട്ടെന്നുള്ള ഒരു ട്രീറ്റ്മെന്റ് ഒന്നും സിദ്ധയിൽ പോസിബിൾ അല്ല. എന്നാൽ ഒരുവിധം എല്ലാ ഡിസീസസിനുള്ള ട്രീറ്റ്മെന്റ്സും സിദ്ധയിലുണ്ട്. ഇപ്പം അധികവും എനിക്ക് തോന്നുന്നു ഈ കാലുവേദനയും തലവേദനയൊക്കെ വന്നിട്ട് മാറാത്തവര്, അത് പല അലോപ്പതി ട്രൈ ചെയ്തു മാറിയില്ല, ഹോമിയോപ്പതി ട്രൈ ചെയ്ത് എന്നിട്ടൊന്നും മാറാതെയൊക്കെയാണ് സിദ്ധയിലേക്ക് എത്തുന്നത്. പക്ഷെ സിദ്ധയിൽ ഓൾമോസ്റ്റ് എല്ലാത്തിനുള്ള
ട്രീറ്റ്മെന്റ്സും അവൈലബിൾ ആണ്, ബട്ട് നോട്ട് എമർജൻസി കണ്ടീഷൻസ് ഒരിക്കലും സിദ്ധയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അപ്പം ഞാൻ പറഞ്ഞു ബാക്കി ഒരുവിധം എല്ലാത്തിനും സിദ്ധയിലുണ്ട്. അതിൽ ഇൻക്ലൂഡഡ് ആണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ആവട്ടെ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആവട്ടെ, ലിവർ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ആവട്ടെ, ജനറലി വരുന്ന നമ്മുടെ ഡെബിലിറ്റി വീക്ക്നെസ് ഇഷ്യൂസ്, പോസ്റ്റ്മോർട്ടത്തിൽ വരുന്ന അനീമിക് ഇഷ്യൂസ്, ഫീവർ, പിന്നെ ക്രോണിക് ആയിട്ടുള്ള ആർത്രൈറ്റിസ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അലർജി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ക്രോണിക് ആയിട്ടുള്ള ഡിസോർഡർ ആണ്. അപ്പം അതിലൊക്കെ നമ്മുടെ സിദ്ധയ്ക്ക് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി ട്രീറ്റ്മെന്റ് റിലേറ്റഡ് ടു സിദ്ധ. ഇനി സിദ്ധയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡയറ്റ്. അത് നമുക്ക് ആയുർവേദയിൽ പറയാം. ആയുർവേദയിലും ഡയറ്റ് ഉണ്ട്. ആയുർവേദയിലെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ അധികം ഫോക്കസിങ് ഓൺ വെജിറ്റബിൾസ് ആയിരിക്കും. നമ്മൾ നോൺ വെജിന്റെ ഇത് കുറച്ച് കുറയ്ക്കുക അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരിക്കും. അതേസമയം സിദ്ധയിലെ ഡയറ്റ് ഭയങ്കര വ്യത്യാസമാണ്. ആയുർവേദയിലെ പോലെ തന്നെ സിദ്ധയിലും നമ്മൾ ഡയറ്റ് റെസ്ട്രിക്ഷന് പറയുന്ന പേര് പഥ്യ എന്നാണ്. നമ്മൾ പറയില്ല ആയുർവേദം ഒന്നും വേണ്ട പഥ്യം നോക്കണം എന്നല്ല നമ്മൾ പറയാറ്. ഓക്കെ, അപ്പൊ പഥ്യ എന്ന് പറയുന്നത് ആ ഒരു ടേമിനാണ്. ആ ഡയറ്റ് റെസ്ട്രിക്ഷന് നമ്മൾ പറയുന്ന പേര് പഥ്യ എന്നാണ്. ആൻഡ് ഇതിൽ ഈ സിദ്ധയിൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള റെസ്ട്രിക്റ്റഡ് ഫുഡ്സ് ആട്ടോ. അതായത് നമ്മൾ കഴിക്കാൻ പാടില്ലാത്തത് ചിക്കൻ. ഇഷ്ടപ്പെട്ടില്ല അല്ലെ? ചിക്കൻ സിദ്ധ ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുടെ റെസ്ട്രിക്ഷൻ ഡയറ്റിൽ വരുന്നതാണ്. ചിക്കൻ കഴിക്കാൻ പാടില്ല. അതേസമയം ഇതേത് നോക്കേ, നോൺ റെസ്ട്രിക്റ്റഡ് ഫുഡ്സിൽ ഗോഡ് ചിക്കൻ കഴിക്കാൻ പാടില്ല, പക്ഷെ മട്ടൺ കഴിക്കാം. അങ്ങനെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള റെസ്ട്രിക്റ്റഡ്. ഇപ്പൊ നോക്ക്, റെസ്ട്രിക്റ്റഡ് ഫുഡ്സിലാണ് ചിക്കൻ, നോൺ റെസ്ട്രിക്റ്റഡ് ഫുഡിലാണ് ഗോട്ട് മീറ്റ് മട്ടൺ കിടക്കുന്നത്. അപ്പം ചിക്കൻ കഴിക്കാൻ പറ്റില്ല. അതേപോലെ ഫ്രൂട്ട്സിൽ മാംഗോസ് പറ്റില്ല. പിന്നെ ഇത് നമുക്ക് ഒരു പ്രശ്നമായിരിക്കും. ഈ ഫെനുഗ്രിക്, കോക്കനട്ട്, മസ്റ്റാർഡ് എന്നൊക്കെ പറയുന്നത് ഓൾമോസ്റ്റ് നമ്മൾ കറീസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. കോക്കനട്ടും മസ്റ്റാർഡും ഒക്കെ മെയിൻ സാധനം. പക്ഷെ അതൊന്നും നമ്മുടെ സിദ്ധയിൽ പറ്റില്ല. അതേപോലെ ബദാം, ആൽമണ്ട്സ് പറ്റത്തില്ല. അതേസമയം നമ്മുടെ വീറ്റ്, മിൽക്ക്, ഗീ, ടെൻഡർ വെജിറ്റബിൾസ്, ഷുഗർ ഒന്നും സിദ്ധയിൽ പ്രശ്നമില്ല. അപ്പം സിദ്ധയ്ക്കും ആയുർവേദനെ പോലെ തന്നെ, അങ്ങനെ തന്നെ ഞാൻ പറയാം, സിമിലാരിറ്റി ആണ്. ആയുർവേദനെ പോലെ തന്നെ പഥ്യ റെസ്ട്രിക്ഷൻ ഡയറ്റ് ഉണ്ട്. റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഫുഡ്സ് ഉണ്ട്, നോൺ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഫുഡ്സ് ഉണ്ട്. ആ ഫുഡ്സിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളൂ. പഥ്യ എന്ന് പറയുന്നത് ആയുർവേദയ്ക്കും സിദ്ധയ്ക്കും വെരി കോമൺ ആണ്. ഇനി അടുത്തത് നോക്ക്, ഈ സിദ്ധയിൽ വരുന്ന പ്രിപ്പറേഷൻസ് ആണ്. ആയുർവേദയിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറെ പ്രിപ്പറേഷൻസ് പഠിച്ചു. അപ്പം ഇവിടെ ജസ്റ്റ് നമ്മൾ അങ്ങനെ പഠിക്കേണ്ട ഏതൊക്കെ പ്രിപ്പറേഷൻസ് വരുന്നുണ്ട്. കഷായം, ഇത് ഡിക്കോക്ഷൻ നമ്മൾ ഓൾറെഡി ആയുർവേദയിൽ പറഞ്ഞു. ചൂർണ എന്ന് പറഞ്ഞ ഫൈൻ പൗഡർ മെത്തേഡ്, അതും നമ്മൾ ആയുർവേദയിൽ പറഞ്ഞു. തൈല ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മെഡിസിനൽ ഓയിൽ ലൈക്ക് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ്. പിന്നെ സെല്ലിഗായ്, അതായത് പിൽസിനും ടാബ്ലറ്റിനും നമ്മൾ ആയുർവേദയിൽ പറഞ്ഞത് എന്താണ്? ഗുദിക എന്നാണ്. സെല്ലുഗായ് എന്നാണ് നമ്മുടെ സിദ്ധയിൽ പറയുന്ന പേര്. പിന്നെ ചെന്തുരം എന്ന് പറയുന്നത് മെറ്റൽ കോംപ്ലക്സസ് ആണ്. പിന്നെ ഭസ്മ, ഇതും നമ്മൾ ആയുർവേദയിൽ പറഞ്ഞു. അപ്പൊ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി സിദ്ധ. അപ്പം സിദ്ധയെ കുറിച്ച് ഞാനൊരു ഇൻട്രോ പോലെയാണ് പറഞ്ഞത്. ഒന്നും കൂടി പറയുമ്പോൾ, ഒരു തവണയും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട്, അതായത് ഏതൊക്കെയാണ് പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് വൈസ് ആയിട്ട് പറയാം. ഓക്കെ, വൺസ് മോർ ശ്രദ്ധിച്ചിരുന്നോ? ഒന്നും കൂടി എന്തൊക്കെയാണ് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയാം. അപ്പൊ ഫസ്റ്റ് സിദ്ധ നമ്മൾ പറഞ്ഞു തമിഴ് സിസ്റ്റം ഓഫ് മെഡിസിൻ. സൗത്ത്, നമ്മുടെ ഇന്ത്യയുടെ സൗത്ത് പോർഷനിൽ തമിഴൻസ് സജസ്റ്റ് ചെയ്ത് രണ്ടെണ്ണത്തില് ഒന്ന് യോഗയും ഒന്ന് സിദ്ധയും. അതിൽ ഒരെണ്ണമാണ് സിദ്ധ. അതുകൊണ്ട് തന്നെയാണ് സിദ്ധയ്ക്ക് തമിഴ് സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ ഫാദർ ഓഫ് സിദ്ധ സിസ്റ്റം എന്ന് പറയുന്നത് അഗസ്ത്യയാണ്. അഗസ്ത്യയുടെ പുസ്തകത്തിന്റെ പേരാണ് അഗത്യാർ ചരക്. അതിൽ നിന്നാണ് നമ്മൾ ഇപ്പൊ ഈ പഠിച്ച ഇൻഫർമേഷൻസ് ഒക്കെ അബൌട്ട് സിദ്ധ സിസ്റ്റം ഓഫ് മെഡിസിൻ. സോ അതാണ് ഫാദർ ഓഫ് സിദ്ധ എന്ന് പറയുന്നത് അഗസ്ത്യാണ്. രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സിദ്ധയാണ്. ആ പ്രിൻസിപ്പിൾ ആണ് നേച്ചർ ഈസ് ദി ബെസ്റ്റ് ഫിസിഷ്യൻ ആൻഡ് ഫുഡ് ഈസ് ദി ബെസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ആയുർവേദയുമായിട്ട് കണക്ട് ആണ്. ആയുർവേദയിൽ നമ്മൾ പറഞ്ഞു യൂണിവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് 5 എലമെന്റ്സ് കൊണ്ടാണ്. ആൻഡ് ആ 5 എലമെന്റ്സ് കൊണ്ട് തന്നെയാണ് നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബോഡിയും യൂണിവേഴ്സും ഇന്റർ കണക്റ്റഡ് ആണ് എന്നാണ് ആയുർവേദ പറയുന്നത്. ഈ സെയിം സിസ്റ്റം തന്നെയാണ് സിദ്ധ പറയുന്നതും. നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് 5 എലമെന്റ്സ് കൊണ്ടാണെന്നും ആ 5 എലമെന്റ്സ് കൊണ്ട് തന്നെയാണ് നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് സിദ്ധ പറയുന്നത്. അപ്പൊ സിദ്ധയിലും ആയുർവേദയിലും കോമൺ ആയിട്ടുള്ള ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. ആയുർവേദയിലും
ഈ ഒരു 5 എലമെന്റ് കൊണ്ട് ബോഡിയും യൂണിവേഴ്സും ഉണ്ടാക്കിയിരിക്കുന്നു. സിദ്ധയിലും 5 എലമെന്റ് കൊണ്ട് ബോഡിയും യൂണിവേഴ്സും ഉണ്ടാക്കിയിരിക്കുന്നു. ആ 5 എലമെന്റ് ആണ് ഈ പറഞ്ഞ എർത്തും വാട്ടറും എയറും ഫയറും ഈതറും. പിന്നെ ഈ പറയുന്നത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് എർത്തായിട്ട് കണക്റ്റഡ് ആയത്, എങ്ങനെയാണ് വാട്ടർ ആയിട്ട് കണക്റ്റഡ് ആയത്, എയർ ആയിട്ട് ബോഡിക്ക് എന്ത് കണക്ഷൻ ആ ഉള്ളതെന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. ജസ്റ്റ് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കൊന്നും വേണ്ട, അതാണ് ഈ ഒരു ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തേക്കുന്നത്. അപ്പം ആയുർവേദയും സിദ്ധയും തമ്മിൽ ഇതിൽ പഠിക്കേണ്ട ഒരു മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ്, ഇതിൽ ഓരോ കണക്ഷൻ പറയുമ്പോഴും അവരുടെ മെന്റൽ ഹെൽത്ത്, ഇമോഷൻസ്, മെന്റൽ ഹെൽത്ത്, ആ പേഷ്യന്റിന്റെ ക്യാരക്ടർ, പേഴ്സണാലിറ്റി ഒക്കെ എടുത്തു പറയുന്നുണ്ട്. ആയുർവേദ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിസീസ് ഓറിയന്റഡ് ആണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആയുർവേദയും സിദ്ധയുടെ നിങ്ങൾ തന്നെ നോട്ട് ഡൗൺ ചെയ്തു ഡിഫറൻസസ്, അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ എപ്പോഴും പേഴ്സണാലിറ്റി ബേസിസിലായിരിക്കും നമ്മുടെ സിദ്ധ സിസ്റ്റം എന്ന് പറയുന്നത്, പ്ലസ് ഡിസീസ്. അതേസമയം ആയുർവേദ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിസീസ് ഓറിയന്റഡ് ആയിരിക്കും. സിദ്ധ എന്ന് പറയുന്നത് ഒരു റിജുവനേഷൻ ടൈപ്പ് ഓഫ് മെത്തേഡ് ആണ്. നമ്മുടെ എനർജി ബൂസ്റ്റിംഗ് എങ്ങനെ, മെന്റലി നമ്മൾ എങ്ങനെ പവർഫുൾ ആക്കാമെന്ന് കൂടി പറയുന്നുണ്ട്. പക്ഷെ ആയുർവേദ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഡിസീസ്, എങ്ങനെ നമുക്ക് ആ ഡിസീസ് മാറ്റാം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ആയുർവേദയില് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് ത്രിഗുണ ആൻഡ് ത്രിദോഷ. ത്രിദോഷ എന്ന് പറഞ്ഞ ആയുർവേദയിൽ നമ്മൾ പറയുന്ന 3 സാധനങ്ങളാണ് വത്ത, പിത്ത, കഫ. ആൻഡ് അതിലെ ലെവലിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് തെറ്റിക്കുകയും ഇക്വിലിബ്രിയത്തിൽ ചേഞ്ച് വരികയും അതുവഴി നമ്മുടെ അസുഖങ്ങൾ വരുന്നു എന്നാണ് നമ്മൾ ആയുർവേദയിൽ പഠിച്ചത്. പക്ഷെ ആയുർവേദയിൽ ഈ വത്ത, പിത്ത, കഫയ്ക്ക് നമ്മൾ ത്രിദോഷ എന്നാണ് പറയുന്നതെങ്കിൽ സിദ്ധയിൽ നമ്മൾ പറയുന്നത് എന്താണ്, ത്രിഗുണ എന്നാണ്. ഈ ത്രിഗുണ എന്നുള്ള പേരിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. എല്ലാം വത്ത, പിത്ത, കഫ എന്നുള്ള സെയിം പേരുകൾ തന്നെയാണ്. ആൻഡ് ഇതിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ അനുസരിച്ചിട്ടാണ് സിദ്ധ സിസ്റ്റത്തിൽ നമ്മൾ ഡിസീസസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. പ്ലസ് ഒരു പോയിന്റ് ഏതാണ്, ഇതിലുണ്ടാവുന്ന ഡിഫറൻസസ് അനുസരിച്ച് ഡിസീസസിനെ മാത്രമല്ല നമുക്ക് ആ പേഴ്സണിന്റെ പേഴ്സണൽ ക്യാരക്ടർ കൂടി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഇത് പിത്തയിൽ വരുന്ന ഓരോ പേഴ്സണിൽ ഉണ്ടാവുന്ന ചേഞ്ചസും ആ ഒരു ലെവലിൽ ഉണ്ടാവുന്ന ഡിസീസസിനുള്ള ചാൻസസ് ഒക്കെയാണ് ഇതിൽ പറയുന്നത്. അതേപോലെ തന്നെ കഫയിൽ ഉണ്ടാവുന്ന ഡിഫറൻസസ്. ഇനി ഇതിന്റെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയുർവേദയിൽ എന്തൊക്കെ ഡയഗ്നോസിസ് തന്നെയാണോ പറഞ്ഞത് അതൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. യൂറിൻ, പൾസ്, ഐ, വോയിസ്, ബോഡി കളർ, ടങ്, ബോഡി, ഫീക്കസ് എല്ലാം ഇതിൽ വരുന്നുണ്ട്. ആൻഡ് ഇതിൽ എടുത്തു പറയേണ്ടത് ഏതാണ്, ഇവര് എംബസൈസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി ബേസ്ഡ് ഓൺ ഡിസീസ്. ആയുർവേദ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ഡിസീസ് ആണ്. സിദ്ധയിൽ ആ പേഷ്യന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൂടി കൺസിഡർ ചെയ്യും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതാണ് സിദ്ധയുടെ സ്പെഷ്യാലിറ്റി. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, നമ്മൾ ആയുർവേദയിൽ പറയുന്ന പോലെ പ്ലാന്റ്സും അനിമൽസും മാത്രമല്ല മെറ്റൽസും മിനറൽസും ഉണ്ട്. അപ്പൊ ആയുർവേദയിലും അതേപോലെ തന്നെ സിദ്ധയിലുമുള്ള സിസ്റ്റം ഓഫ് മെഡിസിനിൽ ഫോളോ ചെയ്യുന്ന ഡ്രഗ്സിൽ ഏതൊക്കെ വരുന്നുണ്ട്, പ്ലാന്റ്സ് വരുന്നുണ്ട് സോഴ്സിൽ, അനിമൽസ് വരുന്നുണ്ട്, മെറ്റൽസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ മിനറൽസും വരുന്നുണ്ട്. സെയിം തന്നെ ആയുർവേദയിൽ പോലെ തന്നെ സിദ്ധയിലും ഇത് 4ഉം ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, മെറ്റൽസ് ഇൻസിനറേറ്റ് ചെയ്ത് ഭസ്മ ഫോമിലാക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ ആയുർവേദയിൽ ഉപയോഗിക്കുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മൾ സിദ്ധയിലും യൂസ് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഈ സബ്ലിമേഷൻ, ഡിസ്റ്റിലേഷൻ, ഫ്യൂഷൻ, സെപ്പറേഷൻ പോലുള്ള ആയുർവേദയിലും ഇതേപോലെ കുറെ പ്രോസസ് ഉണ്ട്. ആ പ്രോസസ് ഒക്കെ തന്നെ നമ്മൾ സിദ്ധയിലും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എമർജൻസി കണ്ടീഷൻസിൽ സിദ്ധയിൽ ട്രീറ്റ്മെന്റ് ഇല്ല. ആയുർവേദ കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് എല്ലാ ട്രീറ്റ്മെന്റും കൊടുക്കുന്നുണ്ട്. എമർജൻസി കണ്ടീഷൻസിലുള്ള ട്രീറ്റ്മെന്റ് സിദ്ധയിലില്ല. സിദ്ധ സ്പെഷ്യലൈസ് ചെയ്യുന്ന കുറച്ച് ഡിസീസസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, ലിവർ ഡിസീസസ്, ഡെബിലിറ്റി റിലേറ്റഡ്, പോസ്റ്റ് പാർട്ടം റിലേറ്റഡ് ഇഷ്യൂസ്, ഫീവർ ആൻഡ് ആർത്രൈറ്റിസ്, ഡയറിയ, അലർജി, ഇതിനെല്ലാത്തിനുള്ള മെഡിസിൻ സിദ്ധയിൽ അവൈലബിൾ ആണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സിദ്ധ. താങ്ക് യു. once more. അപ്പം ഇനി ഇതിനകത്ത് പറയാനുള്ളത് സിദ്ധയിലുള്ള ഡയറ്റിനെ കുറിച്ചിട്ടാണ്. ആയുർവേദയിലും ഡയറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ട്, സിദ്ധയിലും ഡയറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ട്. രണ്ടിനും നമ്മൾ പഥ്യാന്ന് തന്നെയാണ് പേര് പറയുന്നത്. പക്ഷെ ഏതൊക്കെ ഫുഡ്സ് ആണ് റെസ്ട്രിക്റ്റഡ് ആണ് എന്നുള്ളതിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതിൽ സിദ്ധയിൽ വരുന്നതെന്ന് വെച്ചാൽ റെസ്ട്രിക്റ്റഡ് ഫുഡ്സിൽ വരുന്നതാണ് ചിക്കൻ, മാംഗോ, കോക്കനട്ട്, ഫെനുഗ്രിക്, മസ്റ്റാർഡ്, അങ്ങനെ കുറെ കാര്യങ്ങൾ. അതേസമയം നോൺ റെസ്ട്രിക്റ്റഡിൽ വരുന്നതാണ് വീറ്റ്, മിൽക്ക്, ഗീ പോലുള്ളത്. പിന്നെ ഇതിന്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ നോർമലി പറയാറുള്ള ആയുർവേദയിൽ നമ്മൾ പഠിച്ചു പോയ കഷായം, ചൂർണ, തൈലം, ഭസ്മ, ഇതെല്ലാം തന്നെ നമ്മുടെ സിദ്ധയിലും ഉണ്ട്. പിന്നെ ഇതിലൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുദിക എന്നാണ് പിൽ ടൈപ്പ് ആയിട്ടുള്ള ആയുർവേദിക് പ്രിപ്പറേഷൻ പറയുന്നത്. ആ സെയിം സാധനം സിദ്ധയിൽ വരുമ്പോൾ സെല്ലുകായി എന്നുള്ള ഒരു പേരിൽ, ആ പേരിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ആയുർവേദിക് പ്രിപ്പറേഷൻസ് എല്ലാം തന്നെ സിദ്ധ പ്രിപ്പറേഷൻസിലും വരുന്നുണ്ട്.
So this is all about the Siddha Tamil system of medicine. Thank you all.